ബീഹാറിൽ രണ്ടാം ഘട്ട പോളിംഗ് നാളെയാണ്. നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമായി ഇന്ന് പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ മുന്നണികളും. 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങൾ നാളെ ജനവിധി തേടും. ജനങ്ങൾ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി നിതീഷ് കുമാർ എന്ന് കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചി 24-നോട്. ആദ്യഘട്ടത്തിൽ സ്ത്രീ വോട്ടേഴ്സിന്റെ പോളിംഗ് 70% ഉണ്ടായത് നിതീഷ് ഫാക്ടർ കൊണ്ടാണെന്നും ജിതൻ റാം മാഞ്ചി. सबसे बड़ी बात है, आपने सुना होगा कि ये जो चुनाव हुआ 6 तारीख को, उसमें महिलाओं का टर्न आउट 70% है। नीतीश को हमने कोई नहीं बोलता था, तो 15 दिन पहले जीतन मांझी वाज द ओनली मैन जो वॉइस आउट किया कि हम लोग को डिक्लेयर कर देना चाहिए कि हम लोग का चीफ मिनिस्टर कौन होगा, और हम अपने मन से डिक्लेयर करते हैं कि चीफ मिनिस्टर नीतीश कुमार होंगे। उसका कारण हुआ जो भी बैकवर्ड वोट, जो भी महिलाएं में कन्फ्यूजन हुआ था, सब इम्पैक्ट हो गई, और अब सब लोग बोलने लग गए हैं कि नीतीश कुमार ही चीफ मिनिस्टर होंगे. ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീനാഥ് ചന്ദ്രൻ. പാറ്റ്നയിലെ ജീവിതമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. വിവരങ്ങൾ പറയൂ. വെരി ഗുഡ് മോർണിംഗ്. പാറ്റ്നയിൽ ഇപ്പോൾ തണുപ്പ് കാലം തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ തണുപ്പ് എത്രയുണ്ട് എന്ന് നോക്കിയപ്പോൾ 20 ഡിഗ്രിക്ക് താഴേക്ക് ടെമ്പറേച്ചർ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഗയയിൽ പോയപ്പോൾ 15 ഡിഗ്രിക്ക് അടുത്തായിരുന്നു രാവിലെ ഉണ്ടായിരുന്ന തണുപ്പ്. ഏതായാലും തെരഞ്ഞെടുപ്പിന് ആ തണുപ്പൊന്നുമില്ല. പ്രചാരണത്തിന് വലിയ ചൂടായിരുന്നു. ചൂടേറിയ പ്രചാരണ കാലം അവസാനിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. ഏതായാലും NDAയിൽ നിന്നുള്ള ഒരു ഘടകകക്ഷിയായ HAM ഹിന്ദുസ്ഥാനി അവാ മോർച്ചയുടെ നേതാവാണ് ജിതൻ റാം മാഞ്ചി. ജിതൻ റാം മാഞ്ചിയാണ് 24-മായി സംസാരിച്ചത്. അദ്ദേഹം NDAയുടെ മുഖ്യമന്ത്രി ആരാകണം എന്ന കാര്യത്തിൽ വരെ അദ്ദേഹത്തിന് ഒരു നിലപാട് പറയുകയാണ്. നിലവിൽ NDA ആരാകണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല. നിതീഷ് കുമാർ ആയിരിക്കുമോ ഇനിയല്ല, അവർക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ നിതീഷ് കുമാർ ആയിരിക്കുമോ ഇനിയല്ല BJPയിൽ നിന്ന് ആരെങ്കിലും ആകുമോ എന്ന ചർച്ചയൊക്കെ നടക്കുമ്പോഴാണ് അവരുടെ സഖ്യകക്ഷിയായ HAMന്റെ നേതാവ് തന്നെ നിതീഷ് കുമാർ തന്നെ ആകണം എന്നത് പറയുന്നത്. അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ആദ്യഘട്ട വോട്ടെടുപ്പിൽ സ്ത്രീ വോട്ടർമാർ കാര്യമായി വോട്ട് ചെയ്തു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയത്. അത് നിതീഷ് കുമാർ ഫാക്ടറാണ് എന്നതാണ് ജിതൻ റാം മാഞ്ചി ഉയർത്തിക്കാണിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പദ്ധതികൾ, അത് ഈ സൈക്കിൾ നൽകുന്ന പദ്ധതി ആയിക്കോട്ടെ, പിന്നീട് അവർക്ക് സർക്കാർ ജോലി നൽകുന്ന പദ്ധതി ആയിക്കോട്ടെ, ഏറ്റവും ഒടുവിൽ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വീതം നൽകുന്ന പദ്ധതി ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ സ്ത്രീകൾക്കിടയിൽ നിതീഷ് കുമാർ ഒരു വലിയ ശക്തിയായി മാറിയിട്ടുണ്ട് എന്നൊരു സൂചനയാണ് നൽകുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല നേരത്തെ തന്നെ അത് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ, നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അതിൻ്റെ കൂടി ഗുണം കിട്ടുമായിരുന്നു എന്നും ജിതൻ റാം മാഞ്ചി പറയുകയാണ്. NDA ക്യാമ്പിൽ പൊതുവെ ഈ ആദ്യഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയർന്നത് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ സ്ത്രീ വോട്ടർമാർ അനുകൂലമായി വോട്ട് ചെയ്തു എന്നൊരു തോന്നലാണ്. മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒക്കെ കണ്ടതുപോലെയുള്ള ഒരു തരംഗം ആ തരത്തിൽ ഉണ്ടായി എന്നുള്ളൊരു സൂചന അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ മഹാസഖ്യം കൂടുതലായി വലിയ പ്രചാരണമൊക്കെ നടത്തിയിട്ടുണ്ട്. ഒന്നാം ഘട്ടത്തിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച പറ്റിയെങ്കിൽ അത് പരിഹരിക്കാനുള്ള പ്രചാരണമാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇറങ്ങിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടത്തിയത്. അതിൻ്റെ ഒരു ഫലം എന്താവും എന്നത് അറിയാൻ നമുക്ക് 14-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. നാളെ 122 മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. 20 ജില്ലകളിലായാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. നക്സൽ ബാധിത മേഖലകൾ അടക്കമുണ്ട്. അവിടെയൊക്കെ കർശന സുരക്ഷയോടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ജമുയിലെ ഒരു മണ്ഡലത്തിൽ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ബൂത്ത് 20 വർഷത്തിന് ശേഷമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. നക്സൽ ബാധിത മേഖലയായിരുന്നു. നക്സൽ പ്രശ്നമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവിടെ ബൂത്ത് 20 വർഷത്തിന് ശേഷം തുറന്ന് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പല പ്രത്യേകത ഉള്ള ഒരു വോട്ടെടുപ്പ് ദിനമാണ് നാളെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.